ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ക്ലാസ് എടുക്കുകയല്ല, പകരം നമ്മുടെ 10th സ്റ്റാൻഡേർഡിലെ ഫൈനൽ എക്സാം, അതായത് നമ്മുടെ ബോർഡ് എക്സാമിനുള്ള ഓരോ ചാപ്റ്റേഴ്സിലെയും വെയിറ്റേജ് ഡിസ്കസ് ചെയ്യുക. നമുക്കറിയാം, ടോട്ടൽ 40 മാർക്കിലാണ് നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുക. അതിൽ നമുക്ക് കെമിസ്ട്രിയിൽ ടോട്ടൽ 7 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അതിലെ ഓരോ ചാപ്റ്റർ നെയിമും ആ ചാപ്റ്ററിൽ നിന്നും ഔട്ട് ഓഫ് 40 ചോദിക്കാൻ സാധ്യതയുള്ള മാർക്ക്, എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണോ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനിത് 2 മീഡിയത്തിലുള്ളതിൻ്റെ ചാപ്റ്റർ നെയിം കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം, അതായത് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് കെമിസ്ട്രി ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നിന്നും 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. അതായത് 40-ൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഫസ്റ്റ് ചാപ്റ്ററായ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും. ഇനി സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ആ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻസ് ഒക്കെ, കുറച്ച് രാസപ്രവർത്തനങ്ങളൊക്കെ പഠിപ്പിക്കുന്നതാണ്. അതായത് ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ. ആ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അതായത് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള പാർട്ടിലെ 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് കെമിസ്ട്രിയിലുള്ളത് ഈ വർഷം. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നുമായിട്ട് ടോട്ടൽ 11 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അതായത് 40-ൽ 11 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള പോർഷനിൽ നിന്ന്. അതായത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി. ഇനി തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നുള്ളത്. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ആ ഒരു ചാപ്റ്ററും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. പ്രീവിയസ് ഇയർ ഒക്കെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായിട്ട് വരുന്നത് അതായിരുന്നു. അപ്പം ചാപ്റ്ററൊക്കെ മാറി. അപ്പം നമുക്ക് ഇവിടെ തേർഡ് ചാപ്റ്ററായിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നുള്ള ആ ഒരു ചാപ്റ്റർ ഇച്ചിരി വൈഡായിട്ടുള്ള ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇനി ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. ഗ്യാസ് ലോസ് മീൻസ് വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്റർ. കാൽക്കുലേഷനൊക്കെ വരുന്ന ഒരു വളരെ നല്ലൊരു ചാപ്റ്ററാണ്. അധികം വൈഡല്ല, പക്ഷേ അത്യാവശ്യം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട, അല്ലെങ്കിൽ 6 മാർക്ക്. നമുക്കറിയാം, ഏറ്റവും മാക്സിമം ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നത് ഹയസ്റ്റ് മാർക്ക് അല്ലെങ്കിൽ ഹയസ്റ്റ് വെയിറ്റേജ് എന്ന് പറയുന്നത് 7 മാർക്കാണ്. 7 ആണ് ഹയസ്റ്റ് വെയിറ്റേജ്. ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നതാണ് 6 മാർക്ക്. 6 മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്ക് നമുക്കറിയാം വളരെ വലിയൊരു പങ്ക് തന്നെയാണ് ഈ 6 മാർക്കിനുള്ളത്. അപ്പം നമുക്ക് 6 മാർക്കിന് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഫിഫ്ത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിസ്ട്രി അഥവാ വൈദ്യുത രസതന്ത്രം. നമുക്ക് ഈ 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി ഫൈനൽ എക്സാമിൽ ഏറ്റവും കുറഞ്ഞ വെയിറ്റേജ് ഉള്ള 2 ചാപ്റ്റേഴ്സേ ഉള്ളൂ. 2 അല്ല, 3 ചാപ്റ്റേഴ്സ് വരുന്നത്. ഒന്ന് ഓർഗാനിക് കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററും, 2 ഇലക്ട്രോ കെമിസ്ട്രി, 3-മത്തെ മെറ്റൽസ്, ലോഹങ്ങൾ, അതായത് ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ, പിന്നെ ഉള്ളത് വൈദ്യുത രസതന്ത്രം, പിന്നെ ഉള്ളത് ലോഹങ്ങൾ. ഈ 3 ചാപ്റ്റേഴ്സാണ് ഏറ്റവും കുറഞ്ഞ വെയിറ്റേജ്. ആ കുറഞ്ഞ വെയിറ്റേജ് എന്ന് പറയുമ്പം 3 ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് 15 മാർക്ക് വരുന്നുണ്ട്, അതായത് 5 വീതം മാർക്കുകൾ. അതായത് നമ്മുടെ ഫിഫ്ത്ത് ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി അഥവാ വൈദ്യുത രസതന്ത്രം, ആ ഒരു ചാപ്റ്ററിൽ നിന്നും 5 മാർക്കാണ് വെയിറ്റേജ് വരിക. അടുത്തത് 6th ചാപ്റ്റർ മെറ്റൽസ്, ലോഹങ്ങൾ,
വളരെ നല്ല കുറച്ച് തിയറിയൊക്കെ വരുന്ന വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് മെറ്റൽസ്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. ആൻഡ് ദി ലാസ്റ്റ് വൺ ആൻഡ് ഹയസ്റ്റ് വെയിറ്റേജ്, അതായത് വെയിറ്റേജ് ഏറ്റവും കൂടുതലുള്ളതും നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററായിട്ട് വരുന്നതായിട്ടുള്ളത് നമ്മുടെ ഓർഗാനിക് വ്യാവസായിക പ്രാധാന്യമുള്ള സംയുക്തങ്ങൾ, അല്ലെങ്കിൽ സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് അഥവാ വ്യാവസായിക പ്രാധാന്യമുള്ള സംയുക്തങ്ങൾ. അതാണ് ലാസ്റ്റ് അല്ലെങ്കിൽ 7th ചാപ്റ്റർ. അതിൽ നിന്നും 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നമ്മൾ ഇതുവരെ കണ്ടു ഫസ്റ്റ് തൊട്ട് 7th ചാപ്റ്റർ വരെയുള്ള ചാപ്റ്റേഴ്സിലെ ഹയസ്റ്റ് വെയിറ്റേജും വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഔട്ട് ഓഫ് 40 ഫസ്റ്റ് ചാപ്റ്റർ വെയിറ്റേജ് 6, സെക്കൻഡ് ചാപ്റ്റർ വെയിറ്റേജ് 5, തേർഡ് ചാപ്റ്റർ വെയിറ്റേജ് 6, ഫോർത്ത് ചാപ്റ്റർ 6, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത്ത് 5, ലാസ്റ്റ് വൺ 7 വെയിറ്റേജ്. അങ്ങനെ ടോട്ടൽ 40 മാർക്കാണ് നമുക്ക് കെമിസ്ട്രി ഫൈനൽ എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. അപ്പം നമുക്ക് ഇതിൽ ഓരോ ചാപ്റ്ററും ഞാൻ തൊട്ടടുത്ത വീഡിയോ തൊട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഡയറക്റ്റ് ആരംഭിക്കുവാണ്. അപ്പം തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുക നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം, അതായത് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നമ്മളതിൻ്റെ ബേസിക്കായിട്ട് 9th സ്റ്റാൻഡേർഡിൽ പഠിച്ച, അതായത് നോർമൽ, അതായത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, അതായത് ബ്രാഞ്ചുകളൊന്നും വരാത്ത ഹൈഡ്രോ കാർബൺ തൊട്ടുള്ള നോമെൻക്ലേച്ചർ നാമകരണങ്ങളാണ് പഠിക്കുന്നത്. അതായത് ബേസ് തൊട്ട് പഠിക്കുക. കാരണം നമുക്കിനി 9th ആർക്കെങ്കിലും അത് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ അവർക്ക് കൂടി പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നോമെൻക്ലേച്ചർ നമ്മൾ 9th ബേസ് കൂടി ഉൾപ്പെടുത്തി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിലെ നോമെൻക്ലേച്ചറാണ് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രത്തോളമേ ഉള്ളൂ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ. നമ്മൾ വെയിറ്റേജ് കൂടി ഫോക്കസ് ചെയ്ത് വേണം എക്സാമിന് പ്രിപ്പയർ ആകാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് A+ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാനത് ക്ലിയർ ചെയ്തു തരാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. താങ്ക് യു.